പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കുട്ടിക്കൊഴിച്ച് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജിന്റെ തന്നെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ എന്റേതായ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലയാള സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആൾ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് 5 പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ. അതുമാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലാണ്. അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തുകൊണ്ട് ഒരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ അയാളുടെ നിർമ്മാണത്തിൽ ഒരു പുതുമുഖങ്ങളുടെ സിനിമ വന്നില്ല. വലിയ വായ്ത്താളങ്ങൾ അടിച്ച ഈ പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലും 10 പൈസ മുടക്കി ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് പുതിയ ആൾക്കാര് കഷ്ടം എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? അവൻ അടുത്തിരിക്കുന്ന എല്ലാ പടത്തിലും പുതിയ ആൾക്കാരാണ്. കുരുതി തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ അവന്റെ വേറെ ഇപ്പൊ മോഹൻലാലിന്റെ പടത്തിൽ ഡയറക്ട് ചെയ്യാൻ പോയപ്പോഴുള്ള കാര്യമല്ല ഞാനീ പറഞ്ഞത്. അവന്റെ പൈസ മുടക്കി എടുക്കുന്ന പടത്തിലൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ, റൈറ്റേഴ്സ് എല്ലാം ചോദിച്ചു നോക്കട്ടെ എല്ലാവരുടെയും കാര്യങ്ങൾ. ഒന്നും അന്വേഷിക്കണ്ട. ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല കാര്യസാധ്യത ഉണ്ടെങ്കിൽ വെച്ച് ബൈക്കൂടെ അങ്ങനെ അടിക്കാനായിട്ട് പറ്റിയാണ് അങ്ങനെയൊക്കെ പറയാനുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ പാവം കൊച്ച ജീവിച്ച് പോട്ടെന്ന് വിചാരിച്ച് കഷ്ടം. പാവം കൊച്ചു ചെറുപ്പക്കാരൻ പയ്യൻ നമ്മളത് അവനോടെ കിടക്കുന്നു, ഞാനവിടെ കിടക്കുന്നു. എനിക്ക് 70 പടിയെ പോകുന്ന ചെണ്ടയ്ക്ക് എല്ലാം എടുത്തിട്ട് അടിക്കുന്ന ഒരു അവനെ ഞാൻ ആദ്യം കാണുന്നത് കൊട്ടാരക്കര ഒരു ഫംഗ്ഷൻ നടത്തി, ഫ്ലവേഴ്സ് ബിഗ് ബോസ് ഇന്ന് വന്ന സമയത്ത്. ഞാൻ അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരു സാമർഥ്യമുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ ഇങ്ങനെ ഒരു കൂലിവേലക്കാരനെ പോലെ ഇയാൾക്ക് വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ചേ ഇല്ല. ചുമ്മാതാ ഒരു ഭയങ്കര അഭിനേതാവാ. പക്ഷെ സിനിമയിലോട്ട് അഭിനയിച്ചത് പറ്റിയില്ല. അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നത് ഈ തരം ലൂസ് ടോക്കിലൂടെ എനിക്ക് പോയി കിട്ടി. ഇപ്പൊ ഞാനൊരു ട്രോളറായിട്ടാണ് കാണുന്നത്.